ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന സിവിൽ എക്സൈസ് ഓഫീസ് ഡ്രൈവറിന്റെ GK ടോപ്പിക്സിന്റെ ഒരു ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പരീക്ഷയെ പറ്റിയിട്ട് ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ 10th ലെവലാണെന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും മിടുക്കരാണ്, നമുക്കറിയാം, എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നവരാണ്, എല്ലാം കവർ ചെയ്യുന്നവരാണ്. സോ ആ കവർ ചെയ്തവർക്ക് സഹായകമായിട്ടുള്ള രീതിയിൽ +2 വരെയൊക്കെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കവർ ചെയ്തവർക്ക് സഹായകരമായിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഇനി എഴുതാൻ പോകുന്ന ഡിഗ്രി ലെവലുകാരോടാണ് പറയാനുള്ളത്, നിങ്ങൾ വൃത്തിയായിട്ട് കാര്യങ്ങൾ പഠിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ ഉറപ്പായിട്ടും NCERTയും SCERTയും +2 വരെ ഉള്ളത് ഒരുവിധം നിങ്ങൾ നോക്കുന്ന ടോപ്പിക്സ് ഉറപ്പിച്ചു തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. എവിടെ നിന്ന് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം. പിന്നെ പറയാനുള്ളത്, ചിലപ്പോൾ നമ്മുടെ ഒരു ലക്കിന്റെ ബേസിസിൽ ആദ്യത്തെ സ്റ്റേജും രണ്ടാമത്തെ സ്റ്റേജും അങ്ങനെയൊക്കെ ഈസി ആയിട്ട്, ചിലത് ടഫായിട്ടും ഒക്കെ വരാം. അപ്പൊ നമുക്ക് ആരോടും പോയി ചോദ്യം ചോദിക്കാൻ പറ്റില്ല. പിന്നെ മറ്റൊരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ട്രാൻസ്ലേറ്റഡ് വേർഷൻ ആയിരിക്കും നമുക്ക് മലയാളത്തിൽ തരുന്നത്. സോ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ അവിടെ പോയിട്ട് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും. ചില ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ് നമ്മൾ മലയാളത്തിൽ നോക്കിയിട്ട് ഇംഗ്ലീഷ് നോക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പൊ നമുക്ക് ആ സമയം അവിടെ നഷ്ടമാവും. അതുകൊണ്ട് ആദ്യം ഇംഗ്ലീഷ് വായിച്ചിട്ട് മലയാളത്തിലേക്ക് പോകുന്നതായിരിക്കും ഡിഗ്രിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നല്ലത്. ഒരു 2 മാസത്തോളം നമുക്കിനി മുന്നിലുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ നോക്കി പോവുക. ഇനി ആർക്കെങ്കിലും നമ്മുടെ 50 ഹോട്ട് ടോപ്പിക്സ് പ്ലസ് മോക്ക് ടെസ്റ്റിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ഒരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തേക്കാം. അതിലേക്ക് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇൻ മെമ്മോറിയം എന്ന ചിത്രം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇൻ മെമ്മോറിയം എന്ന് പറയുന്ന ചിത്രം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇൻ മെമ്മോറിയം എന്ന് പറയുന്ന ചിത്രം. 2, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ന്യൂനപക്ഷ ജനതയുടെ പ്രതിനിധികൾ എന്ന് കളിയാക്കിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ്, ലോർഡ് ഡഫറിൻ ആണ്. എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രം കാണാൻ കഴിയുന്ന ന്യൂനപക്ഷ ജനതയുടെ പ്രതിനിധി എന്ന് കളിയാക്കിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ലോർഡ് ഡഫറിൻ. അടുത്തത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ അല്ലാത്തത് ഏതൊക്കെയാണ്? ആത്മോപദേശ ശതകം, ആദിഭാഷ, പ്രാചീന മലയാളം, അഭിനവ കേരളം. ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ കൃതികളായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് ഊഹിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ്? ആദിഭാഷ ഇദ്ദേഹത്തിന്റെയാണ്, പ്രാചീന മലയാളം ഇദ്ദേഹത്തിന്റെയാണ്. സോ അല്ലാത്തത് ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, 1ഉം 4ഉം. ആത്മോപദേശ ശതകവും അഭിനവ കേരളവും ഇദ്ദേഹത്തിന്റെ അല്ല, ആദിഭാഷ പ്രാചീന മലയാളം ഇദ്ദേഹത്തിന്റെയാണ്. അടുത്തത്, പ്രശസ്ത ചരിത്രകാരൻ MGS നാരായണനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ആൻസർ അല്ല അത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർമാൻ ആയിട്ടുണ്ട്. പെരുമാൾസ് ഓഫ് കേരള എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. 2025 ഏപ്രിൽ 26 ഇദ്ദേഹം അന്തരിച്ചു. ഇതിനകത്ത് ഇദ്ദേഹത്തെ പറ്റിയിട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. വലിയ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമല്ല. എല്ലാ പ്രസ്താവനയും ശരിയാണ് എന്നുള്ളതാണ് ആൻസർ. അടുത്ത 5, സാൻ മിൻ ചുയി ഇവ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. സാൻ ദേശീയത, മിൻ ജനാധിപത്യം, ചുയി സോഷ്യലിസം. ക്വസ്റ്റ്യൻ നമ്പർ 6, ദേശീയ ജലപാത 3യുടെ ദൈർഘ്യം NW3ന്റെ ദൈർഘ്യം എത്രയാണെന്നാണ് ചോദ്യം. എല്ലാവർക്കും അറിയാമായിരിക്കും. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ, 205 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 7, പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ചോദിച്ചിരിക്കുന്നത്. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മഹേന്ദ്രഗിരി എന്ന് പറയുന്നത്. അടുത്ത 8, എല്ലാ പ്രധാന സമുദ്രങ്ങളുടെയും ഉപരിതലത്തില് രൂപം കൊള്ളുന്നതും ഭ്രമണം ചെയ്യുന്നതുമായ സമുദ്രജല സംവിധാനങ്ങൾ. ഇവ വൃത്താകൃതിയിൽ സമുദ്രജല പ്രവാഹങ്ങൾ രൂപം കൊള്ളാനായിട്ട് കാരണമാവുന്നു. എല്ലാ പ്രധാന സമുദ്രങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്നതും ഭ്രമണം ചെയ്യുന്നതുമായിട്ടുള്ള സമുദ്രജല സംവിധാനത്തിനെ വിളിക്കുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത് ഗൈർ. ഇത് നമ്മൾ ഇപ്പൊ കോഴ്സിൽ എടുത്തു കൊടുത്തതേ ഉള്ളൂ, എല്ലാവർക്കും ഓർമ്മ കാണും, നമ്മൾ പഠിച്ചവർക്ക് ഓർമ്മ കാണും ഗൈറുകൾ. ഓക്കെ. 9, തന്നിരിക്കുന്നതിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘം ഏതാണ്? ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, സിറസ് ആണ്. ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘമാണ് സിറസ്.
അടുത്തത് കോണ്ടൂർ രേഖയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. അകലം കൂടിയ കോണ്ടൂർ രേഖകൾ ചരിവ് കുറഞ്ഞ പ്രതലത്തെയും അടുത്ത് വരച്ചിരിക്കുന്നവ കുത്തനെയുള്ള ചരിവിനെയുമാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, വ്യത്യസ്ത ഉയരങ്ങളെ കാണിക്കുന്ന കോണ്ടൂർ രേഖകൾ തമ്മിൽ പരസ്പരം മുറിച്ച് കടക്കാറില്ല. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി, രണ്ട് പ്രസ്താവനയും ശരിയാണ്. കോണ്ടൂർ ലൈൻസ് പഠിക്കണേ. അതുപോലെ 11ാമത്തെ ചോദ്യം എക്കണോമിക്സ് ആണ്. പഞ്ചവത്സര പദ്ധതിയാണ്. 4ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 5% കൂടുതലായിരുന്നു. 2, വാർഷിക പദ്ധതികൾ നടപ്പാക്കിയത് 3ാം പദ്ധതിയുടെയും 4ാം പദ്ധതിയുടെയും ഇടയിലാണ്. 2ാം പഞ്ചവത്സര പദ്ധതി ഹാരോൾഡ് ഡോമർ മോഡൽ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയത്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1ഉം 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. ഓക്കെ. അടുത്തത് 12, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റ് ഏതാണെന്നാണ് ചോദ്യം. 1ാം ഘട്ടത്തിൽ ഹരിത വിപ്ലവം എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കി. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ ആണ്. അതുപോലെ ഹരിത വിപ്ലവം ചെറുകിട കർഷകർക്ക് കൂടുതൽ ഗുണം ചെയ്തു. കാർഷിക ഉൽപാദനവും ഉൽപാദനക്ഷമതയും ഗണ്യമായി വർദ്ധിച്ചു. ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് തെറ്റ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം തെറ്റാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കിയില്ല, ചെറുകിട കർഷകർക്ക് ഗുണം ചെയ്തില്ല. ഇത് രണ്ടും ശരിയാണ്. അടുത്തത് 13, പുത്തൻ സാമ്പത്തിക നയമാണ് 1991-ലെ. അതുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന, അതായത് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. പൊതുമേഖലയ്ക്ക് സംവരണം ചെയ്ത സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തു. ഇറക്കുമതിക്ക് ബദൽ നയം തദ്ദേശീയ വ്യവസായങ്ങളെ സംരക്ഷിച്ചു. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ലൈസൻസിംഗ് നിർത്തലാക്കി. സമ്പദ് വ്യവസ്ഥയിൽ സ്വകാര്യ മേഖലയുടെ പങ്ക് കുറച്ചു. ഇതും +1 ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉള്ളതാണ്. അപ്പൊ +1 ഒക്കെ വായിച്ചിട്ട് പോയവർക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ആണ്. 4 മാത്രം എന്താ? ഇത് മാത്രമാണ് തെറ്റ്. ഓക്കെ. സ്വകാര്യ മേഖലയുടെ പങ്ക് കൂട്ടുക ചെയ്തത്, ബാക്കിയെല്ലാം ശരിയാണ്. 14, നബാർഡ് ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. നബാർഡ് സ്ഥാപിതമായത് 85-ലാണ്. നരസിംഹ കമ്മിറ്റിയുടെ ശുപാർശയുടെ ഫലമായിട്ടാണ് സ്ഥാപിതമായത്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. ഇത് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. 3, 4 എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. 3ഉം 4ഉം. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. ഇത് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു. ഇത് ഇത്രയുമാണ് ശരി. 15, താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റ് ഏതെന്നാണ് ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം കർണാടകയാണ്. DSIB ബാങ്കുകളിൽ ICICI ഉൾപ്പെടുന്നു. നീതി ആയോഗിന്റെ നിലവിലത്തെ CEO ശ്രീ BVR സുബ്രഹ്മണ്യമാണ്. 2023-ലെ സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനത്തിന് അർഹയായത് നർഗീസ് മുഹമ്മദിയാണ്. ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താ? 4 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, അല്ലെ? 4 കറണ്ട് അഫയേഴ്സിനകത്ത് തെറ്റ് ഏതാണ്? അപ്പൊ 4 കറണ്ട് അഫയേഴ്സ് അറിഞ്ഞാലേ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്. 1ഉം 4ഉം തെറ്റാണ്. 1ഉം 4ഉം തെറ്റാണ്. 2 എണ്ണം ശരിയാണ്. അടുത്തത് FPTPയുടെ പൂർണ്ണരൂപം എല്ലാവർക്കും അറിയാം. എന്താണ്? ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്നുള്ളതാണ് FPTPയുടെ പൂർണ്ണരൂപം. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട, അപ്പം ഡിഗ്രിക്കാർക്കും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം കാണും കേട്ടോ. കാരണം ഏപ്രിലൊക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ടല്ലേ എക്സാം നടക്കാൻ പോകുന്നത്, അതുകൊണ്ട്. 17, താഴെ തന്നിരിക്കുന്നതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. വ്യാപാരവും വാണിജ്യവും. 18, ഇന്ത്യൻ ഭരണഘടനയിലെ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ചിട്ട് പറയുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ സി ആർട്ടിക്കിൾ 338B 338B ആണ്. 19, ശരിയായ പ്രസ്താവന. ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ 12-ൽ കുറയാൻ പാടുള്ളതല്ല. ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ആകെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ 50%-ൽ കവിയാൻ പാടില്ല. മന്ത്രിസഭ സംസ്ഥാനത്തെ നിയമസഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കണമെന്ന് പ്രസ്താവിക്കുന്നത് ഭരണഘടനയിലെ 164 അതിനകത്ത് 2ാമത്തെ ആർട്ടിക്കിളിലാണ്. ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറലിനെ ഉദ്യോഗം വഹിക്കാം. ഈ ക്വസ്റ്റ്യന്റെയും പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോണം. കാരണം പല ഏരിയയിൽ കിടക്കുന്ന പല ഫാക്ട്സ് അറിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ആൻസർ നമുക്ക് എഴുതാൻ പറ്റൂ. ഒരു ടോപ്പിക്കിൽ നിന്നല്ല ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, പല ടോപ്പിക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. സോ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അടുത്തത് 20, തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് എഴുതേണ്ടത്. ഒരു സംസ്ഥാനത്ത് നിയമസമിതിയിലെ അംഗങ്ങൾ എന്നത് ആ സമിതിയിലെ ആകെയുള്ള സംഖ്യ ആ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുടെ സംഖ്യയുടെ 1/3 കവിയാൻ പാടുള്ളതല്ല. കറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ, ട്രാൻസ്ലേഷൻ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്.
നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് കിട്ടില്ല. ഒരു സംസ്ഥാനത്ത് നിയമസമിതിയിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആ സമിതിയിലെ ആകെയുള്ള അംഗങ്ങളുടെ സംഖ്യ. ആ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുടെ സംഖ്യയുടെ 1/3 കവിയാൻ പാടുള്ളതല്ല. 2, ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭയിലെ അംഗം തന്റെ സ്ഥാനം സ്വീകരിക്കുന്നതിന് മുൻപ് ഗവർണറുടെയോ അദ്ദേഹം അതിലേക്ക് നിയമിക്കുന്ന ആളുടെയോ മുമ്പാകെ പ്രതിജ്ഞ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് 189 ആർട്ടിക്കിൾ പ്രകാരമാണ്. ഒരു പണബില്ല് നിയമസമിതിയിൽ അവതരിപ്പിക്കാൻ പാടുള്ളതല്ല എന്ന് ഭരണഘടനയിൽ 198(1) ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നു. ഹൈക്കോടതിയിലെ ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണ പെരുമാറ്റത്തെ പറ്റി സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ചർച്ച ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് തെറ്റ്. ഇത് ശരിയാണ്, ഇത് ശരിയാണ്, ഇതും ശരിയാണ്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇംഗ്ലീഷ് നോക്കിയിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. മലയാളം നോക്കിയാൽ അവർ ട്രാൻസ്ലേറ്റഡ് വേർഷൻ ആണ് കൊടുക്കുന്നത്, നമുക്ക് പെട്ടെന്ന് കത്തില്ല. 21 ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമായ ഉത്ഭവാധികാരത്തെ കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാണെന്നാണ് ചോദ്യം. ഇതും നമ്മൾ പറഞ്ഞായിരുന്നു. ആർട്ടിക്കിൾ 131 ആണ് ഏത് ഉത്ഭവാധികാരം. പല അഡ്വൈസറി അതായത് സുപ്രീം കോടതിയുടെ അധികാരങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ആ അധികാരങ്ങളെ പറ്റിയിട്ട്, അതായത് അപ്പലറ്റ് ആയിട്ടുള്ള അതോറിറ്റി ഉണ്ട്, അതുപോലെ എന്താണ് അഡ്വൈസറി എഫക്ട് ഉണ്ട്, എല്ലാം പറഞ്ഞില്ല. ആ കൂട്ടത്തിലുള്ളതാണ് 131 ആർട്ടിക്കിൾ. HD ദേവഗൌഡയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് IK ഗുജ്റാൽ. 23 കേരള സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്. ഓപ്ഷൻ ബി ആണ് 1975 സെപ്റ്റംബർ 9. നിലവിലത്തെ കേരള കർണാടക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. AK എബ്രഹാം മാത്യു. നവജീവൻ പദ്ധതി നടപ്പിലാക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ തൊഴിലാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? ചെയർമാൻ പിണറായി വിജയൻ ആണ്. വൈസ് ചെയർമാൻ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ശ്രീ കെ രാജൻ. 27 മനുഷ്യരില് AB രക്തഗ്രൂപ്പ് സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നു. ഇതിന് കാരണമായിട്ട് പറയാവുന്ന ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ആൻസർ മാത്രം പറയാം. ഓപ്ഷൻ എ ആണ്. ചുവന്ന രക്താണുക്കളിൽ AB എന്നീ ആന്റിജനുകൾ ഉണ്ടായിരിക്കുകയും പ്ലാസ്മയിൽ ആന്റിബോഡികൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. 28 മാറാരോഗങ്ങളായിട്ടുള്ള ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ, സെറിബ്രൽ പാൽസി മുതലായവ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ സി ആണ് താലോലം. 29 അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ബ്ലൂ ഫ്ലാഗ് എന്ന പരിസ്ഥിതി അടയാളപ്പെടുത്തൽ അഥവാ ഇക്കോ ലേബൽ എന്ന് നൽകപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് പരിസ്ഥിതി സൗഹൃദവും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ കടൽ തീരങ്ങൾക്ക്. അടുത്തത് ഇവിടെ മനുഷ്യശരീരത്തിലെ ഹോർമോണുകൾ കൊടുത്തിട്ടുണ്ട്, ഇപ്പുറത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്. ഇൻസുലിൻ എന്ന് പറയുന്നത് ആഗ്നേയ ഗ്രന്ഥി, അതുപോലെ റിലാക്സിൻ എന്ന് പറയുന്നത് അണ്ഡാശയം, ഓക്സിറ്റോണിൽ ഉൽപ്പാദിപ്പിക്കുന്നത് പീയൂഷ ഗ്രന്ഥി, മെലാട്ടോണിൽ ഉൽപ്പാദിപ്പിക്കുന്നത് പീനിയൽ ഗ്രന്ഥി. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 31 ഒരു ബസ്സിൽ റിയർ വ്യൂ മിററായി ഉപയോഗിച്ചിരിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് ലെങ്ത് 0.6 മീറ്റർ ആണ്. ഇതിന്റെ വക്രത ആരം റേഡിയസ് എത്രയാണെന്ന് നിർണ്ണയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്തത് മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിന് സമാനമായി ഫാരൻഹീറ്റ് സ്കെയിലില് ഇതിന്റെ താപനില എത്രയാണ് എന്നാണ് ചോദ്യം. ഇതും നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓപ്ഷൻ ഡി 96.8 ഡിഗ്രി ഫാരൻഹീറ്റ്. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ആരാണ്? ഓപ്ഷൻ ഡി ആണ് ടെന്നീസ് ഡിറ്റോ. 34 വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുക്കളാണ് അയിര്. താഴെ തന്നിരിക്കുന്നതിനകത്ത് സിങ്കിന്റെ അയിര് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് കലാമൈൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സംക്രമണ മൂലകങ്ങളുടെ സവിശേഷതകൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇത് മാത്രം അല്ല, ബാക്കി എല്ലാ മൂലകങ്ങളും ലോഹങ്ങളാണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കും. മൂലകങ്ങളും സംയുക്തങ്ങളും ഉൽപ്രേരകങ്ങളായി ഉപയോഗിക്കാറുണ്ട്. അടുത്ത 2023 രസതന്ത്ര നോബൽ പുരസ്കാരത്തിന് 3 ശാസ്ത്രജ്ഞന്മാർ അർഹരായി. ഏത് കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും സമന്വയത്തിനും. 37 മുക്തവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. മുക്തവുമായിട്ട് ആൻസർ മാത്രം പറയാം. ഓപ്ഷൻ സി ആണ് 2ഉം 3ഉം. സ്വയം പൂർണ്ണമായ ആശയങ്ങളോട് കൂടിയ ഒറ്റ ശ്ലോകമാണിത്. അക്ഷര ശ്ലോകവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. പെട്ടെന്ന് ആർക്കും എഴുതി കാണാൻ സാധ്യതയില്ല.
അത് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് വാങ്കഡയുടെ ഹൃദയ തുടിപ്പുകൾ എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കായിക ഫീച്ചർ. കേരളത്തിലെ പ്രാചീന കലകൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ. ഫോക്ലോർ അക്കാദമിയുടെ ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് 1ഉം 2ഉം ശരി. കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീ OS ഉണ്ണികൃഷ്ണനാണ് ചെയർമാൻ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസിനകത്ത് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു ലെവൽ ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ജോഗ്രഫി എക്കണോമിക്സും ഒക്കെ ഓക്കെയാണ്, പക്ഷെ ചില മേഖലകളിലേക്ക് വരുന്ന സമയത്ത് പെർട്ടിക്കുലർ ടോപ്പിക്കിനകത്ത് കുറച്ച് കാഠിന്യം കൂടിയിട്ടുണ്ട്, പിന്നെ ട്രാൻസ്ലേഷൻ പ്രശ്നവും ഉണ്ട്. അപ്പം ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡിഗ്രിക്കാരാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ നന്നായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ GKയും മാത്സും ഇംഗ്ലീഷും ഒക്കെ സ്കോർ ചെയ്ത് കടക്കാനുള്ള മാർക്ക് ഒപ്പിക്കാനുള്ള രീതിയിലേക്കുള്ള പഠനം പുരോഗമിപ്പിക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.